അകത്ത് ഐസായിരിക്കുക. ഈ സൈഡ് ഗ്ലാസ് പൊട്ടിയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോണ് നമ്മുടെ ഓപ്പോ പുറത്തിറക്കി. എല്ലാവരും അതിനെ വെള്ളത്തിലും അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വെള്ളത്തിൻ്റെ അകത്തുനിന്നാണ്. ഇതാ നമ്മുടെ ഫോൺ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റുക. ഫോണിൻ്റെ അകത്ത് ടച്ച് ഒന്നും വർക്ക് ആവാനുള്ള, ഫോൺ വെള്ളത്തിൻ്റെ അകത്താണ് ഇരിക്കണേ. ആക്ച്വലി ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ സാധനത്തിന് നമ്മൾ കൊണ്ട് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഫ്രീസ് ചെയ്തെടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പോ F27 Pro Plus 5G ഫോൺ. ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ ഫോണിൻ്റെ അകത്ത് IP69 റേറ്റഡ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് വെള്ളത്തിൻ്റെ അകത്തിടാം, അതുപോലെ തന്നെ ഇതിനെ തറയിലേക്ക് ഇടാം. ഇതൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കൂല. ബ്രാൻഡ് പറയുന്നത് ഡാമേജ് പ്രൂഫ് ആയിട്ടുള്ള 360 ഡിഗ്രി ഒരു ആർമർ ബോഡിയാണ് ഇതെന്നുള്ളതാണ്. ദാറ്റ് മീൻസ് നമുക്ക് ഇതിൻ്റെ ഏത് സൈഡ് വെച്ച് തറയിൽ ഇട്ട് കഴിഞ്ഞാലും പ്രശ്നങ്ങളൊന്നും വരില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് തറയിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല, വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല, വെള്ളം വീണ് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഒരു അൾട്രാ ടച്ച് 3D കർവ്ഡ് AMOLED സ്ക്രീനുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫോണിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസും അതുപോലെ തന്നെ പ്രൈസിങ് ആൻഡ് വെർത്താണോ അല്ലേ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ആദ്യം നമുക്ക് ഡിവൈസിനെ ഫിസിക്കലി ഒന്ന് പരിചയപ്പെടാം. ഫിസിക്കലി നോക്കുന്ന സമയത്ത് ഒരു കേർവ്ഡ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു AMOLED ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേൻ്റെ സ്പെക്കിലേക്ക് നമുക്ക് വരുന്നതിന് മുന്നേ ഇതിൻ്റെ ഡിസൈൻ കണ്ടായിരുന്നു. നടുക്കുന്ന് ഒരു സ്ട്രൈപ്പ് ഇങ്ങനെ പോകുന്നുണ്ട്. ആ സ്ട്രൈപ്പിൻ്റെ അകത്ത് നമ്മുടെ ഒരു ഗ്രാനൈറ്റിൻ്റെ ഒരു എഫക്റ്റ് പോലെയുള്ളൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പോ നാഴിക്ക് 40 തൊട്ട് ഉപയോഗിച്ചും എടുത്തിട്ടുള്ള ഈ ഒരു റൗണ്ടഡ് ഡിസൈൻ ആണ് ഇതിൻ്റെ ക്യാമറയിൽ വരുന്നത്. 16.27 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഹൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ വിഡ്ത്ത് നമുക്ക് 7.43 സെൻറ്റിമീറ്റർ ആണ്. തിക്നെസ് നോക്കുമ്പോൾ നമുക്ക് 0.79 സെൻറ്റിമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. തിന്നസ്റ്റ് ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. ആൻഡ് വെയിറ്റും അത്യാവശ്യം നല്ല കുറവാണ്. 177 ഗ്രാം മാത്രമേ ഉള്ളൂ. 8GB റാം, 256GB, അതുപോലെ തന്നെ 8GB റാം, 128GB എന്നിങ്ങനെ 2 വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. ഈ പറയുന്ന സ്റ്റോറേജ് UFS 3.1 ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള കോപ്പിയിങ്ങും പേസ്റ്റിങ്ങും പരിപാടികളും എല്ലാം നമുക്ക് കിട്ടും. 6.7 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആണ്. അതിനകത്ത് നമുക്ക് Corning Gorilla Glass Victus 2 ആണ് പ്രൊട്ടക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. 1.7 ബില്യൺ കളേഴ്സ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 120 ഹെർട്സ് ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. സ്ക്രീൻ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 93% സ്ക്രീൻ റേഷ്യോ വരുന്നുണ്ട്. റിയർ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 2 സെൻസേഴ്സ് ആണ് വരുന്നത്. ഒരു 64 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസറും 2 മെഗാ പിക്സലിൻ്റെ പോർട്രേറ്റ് മാക്രോ സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ഷൂട്ടറാണ് കിട്ടുന്നത്. ഇനി നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന മാക്സിമം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4K 30 FPS വരെയാണ് ടോപ്പായിട്ട് എടുക്കാൻ പറ്റുന്നത്. അതുപോലെ നമുക്ക് സ്ലോ മോഷൻ 720pയിൽ 240 FPSൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മുടെ ഓപ്പോ F27 Pro Plus പവർ ചെയ്യുന്നത് MediaTekൻ്റെ Dimensity 7050 ആണ്. ആൻഡ് ഇത്രയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സ്പെസിഫിക്കേഷൻ. ബാറ്ററി വരുന്ന സമയത്ത് 4880 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. സോ വിത്ത് ദാറ്റ് ബീൻ സെഡ്, ഈ ഫോണിനെ പറ്റി എനിക്ക് യൂസ് ചെയ്ത സമയത്ത് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ലൈക്ക് ആസ് യൂഷ്വൽ നമ്മൾ ഓപ്പോയുടെ ഒരു മിഡ് റേഞ്ച് ഫോണുകൾ ഏത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക, അതേപോലെ തന്നെയാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. എടുത്ത് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് കയ്യിൽ പിടിക്കാൻ കുറച്ച് ലൈറ്റായിട്ടുണ്ട്, കുറച്ച് തിന്നായിട്ടുണ്ട്. ആൻഡ് ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് 2 സെൻസർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒരു മാക്രോ പോർട്രേറ്റും പിന്നെ നമ്മുടെ ഒരു പ്രൈമറി സെൻസറും. ആ 64 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഓപ്പോ ഇതിൻ്റെ സോഫ്റ്റ്വെയറോ UIയോ പെർഫോമൻസോ ഈ വക പരിപാടിയിൽ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഏക പരിപാടിയിലാണ്. ഇതിനെ കൊണ്ടുവന്ന് വെള്ളത്തിൽ ഇടാം, ഇതിനെ കൊണ്ടുവന്ന് ഐസാക്കാം, ഇതിനെ വേണമെങ്കിൽ നമുക്ക് തറയിലിടാം, ഇതിനെങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യിപ്പിക്കാം. ദാറ്റ് മീൻസ് ഈ വാട്ടർ ടെസ്റ്റ് തന്നെ അവർ 3 തരത്തിലുള്ള ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. IP66, IP68, IP69. ഇതിനകത്ത് IP66 എന്ന് പറയുന്നത് ചില ഫോണുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നതിൽ റെസിസ്റ്റൻസ് കാണിക്കുന്നതെന്നാണ് IP66. ഇനി IP68ലേക്ക് വരുന്ന സമയത്ത് കണ്ടിന്യൂസ് വാട്ടർ ഇമേർഷൻ, ദാറ്റ് മീൻസ് നമുക്ക് ഒരു വെള്ളത്തിൻ്റെ അകത്തേക്ക് ഫോണിനെ ഇറക്കി വെക്കുന്നതിലാണ് IP68 വരുന്നത്. ഇനി IP69 നോക്കിക്കഴിഞ്ഞാൽ ഡസ്റ്റ് പ്രൂഫ് ആയിരിക്കും, ഹൈ ടെമ്പറേച്ചറിനെ വിസ്റ്റാൻഡ് ചെയ്യും, ഹൈ പ്രഷർ സ്പ്രേസ് വിസ്റ്റാൻഡ് ചെയ്യും, അതുപോലെ തന്നെ ഇൻറ്റൻസ് ആയിട്ടുള്ള, അതായത് നല്ല പവർഫുൾ ആയിട്ടുള്ള വാട്ടർ ജെറ്റുകൾ കൊണ്ട് അടിച്ചു കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടാവില്ല. അതാണ് നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിനകത്ത് 2 തരത്തിലുള്ള സർട്ടിഫിക്കേഷൻസ് കിട്ടിയിട്ടുണ്ട്. അതെടുത്ത് തന്നെ പറയണം. ഒന്ന് മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ്
മിലിറ്ററി ഗ്രേഡ് സാധനങ്ങളൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇത് സർവൈവ് ചെയ്യുന്നുണ്ട്. ഒരു സ്വിസ് കമ്പനി ഉണ്ട് SGS എന്ന് പറഞ്ഞിട്ട്. അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് നമുക്കുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിനെ എക്സ്ട്രീമായിട്ട് ടെസ്റ്റ് ചെയ്ത് അത് ഭയങ്കര ഡ്യൂറബിൾ ആണ് എന്നുള്ളതിൻ്റെ തരത്തിലുള്ള കുറച്ച് പ്രൊട്ടക്ഷൻ ടെസ്റ്റുകൾ. നിങ്ങൾക്കറിയാം കാറിൻ്റെയൊക്കെ ക്രാഷ് ടെസ്റ്റ് നടത്തുന്ന ഒരു കമ്പനിയില്ലേ, അതേപോലെ തന്നെ ഈ ഫോണുകളും പ്രോഡക്റ്റുകളൊക്കെ. ഈ SGS എന്ന് പറഞ്ഞ കമ്പനി 5 സ്റ്റാർ ആണ് നമ്മുടെ Oppo F27 Pro Plusന് കൊടുത്തിട്ടുള്ളത്. ഡ്രോപ്പ് ടെസ്റ്റും അതുപോലെ തന്നെ ഓവറോൾ ടെസ്റ്റിങ്ങും കാര്യങ്ങളും ചെയ്തപ്പോൾ. Oppo പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഒരു ഫോൺ തറയിൽ വീഴപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ തന്നെ വീഴണമെന്നില്ലല്ലോ, ഇങ്ങനെ വന്ന് വീഴപ്പോഴാണ് പൊതുവേ ഡാമേജ് പറ്റുന്നത്. കാരണം ഈ ഒരു കോർണേഴ്സിൽ നിന്ന് തട്ടി സ്ക്രീൻ മൊത്തം പൊട്ടിപ്പോവും. അപ്പോൾ എല്ലാ കോർണേഴ്സും ഭയങ്കര റെസിസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു അലുമിനിയം അലോയ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഫ്രെയിം തീർത്തിട്ടുള്ളത്. ഷോക്ക് കുഷനിങ് സ്ക്രീൻ ഉണ്ട്, അതായത് ഷോക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേക്കകത്തേക്ക് പോകില്ല. അതേപോലെ തന്നെ ബയോണിക് സ്പോഞ്ച് കുഷനിങ് എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് അവർ ഒരു ഫീച്ചർ പറയുന്നുണ്ട്, അതായത് സ്പ്ലാഷ് ബ്രിങ്സ് ഇറ്റ് ഓൺ എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ കൈ ഓയിലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ കയ്യിൽ വെള്ളം ഇരിക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കുന്നതിൽ പ്രശ്നം തോന്നുന്നില്ല. പക്ഷേ ദ പ്രോബ്ലം ഈസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നനവും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം നമ്മുടെ കയ്യിൽ ഇപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് കയ്യിൽ വെള്ളം നനയും. വെള്ളം നനഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കാവും, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ടച്ച് സെൻസിറ്റിവിറ്റി പോകും. എന്നാൽ നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ വൈപ്പ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് നനവ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഭയങ്കര ടച്ച് സെൻസിറ്റീവാണ്. വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ കുറച്ച് പാടാണ്, അല്ലാത്ത പക്ഷം ഒരു പ്രശ്നമില്ല. ഈ ഫോൺ വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടാലും പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മളിതിനെ കുറച്ചുകൂടി കാര്യമായിട്ട് എടുക്കാൻ പോവാണ്. നമ്മളിതാ എൻ്റെ കയ്യിലുള്ളത് എൻ്റെ ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള ഐസ് ട്രേ ആണ്. ഞാൻ ഈ ഫോണ് നിങ്ങൾക്ക് കാണാം, ഫോൺ വർക്കാവും. ഓക്കെ, ഫോണ് ഞാൻ ഈ ഒരു വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇടുവാണ്. ദെൻ നമുക്കിതിനൊന്ന് ഐസാക്കി എടുക്കാം. സോ ഗൈസ്, ആഫ്റ്റർ കപ്പിൾ ഓഫ് അവേഴ്സ് നമ്മളിതാ ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഫോൺ ഓഫായിട്ടാണ് ഇരിക്കണേ. ഇത് വർക്കാവോ ഇല്ലേന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, ഒരു ഐഡിയ ഇല്ല. നമുക്ക് ഐസിൻ്റെ അകത്തിരിക്കുന്നുണ്ടാ, ഫുൾ ഐസാണ്. ഫ്രീസറിൽ നിന്ന് പുറത്ത് എടുത്തിട്ട് കുറച്ച് നേരമായി. സോ ലെറ്റ്സ് ബ്രേക്ക് ഇൻ. നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് തല്ലി പൊട്ടിച്ച് അതിൻ്റെ അകത്തോട്ട് കയറാം. നമുക്കിപ്പോൾ എന്ത് വെച്ച് തല്ലി പൊട്ടിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് നമ്മുടെ ഒരു സ്റ്റൂളിൻ്റെ ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ട്. അകത്ത് ഐസായിരിക്കുക. എൻ്റെ മോനെ, ഗ്ലാസ് പൊട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. ഫ്രീസായിട്ട് ഗ്ലാസ് പൊട്ടിയെന്നുണ്ട്. പവർ ബട്ടൺ കിട്ടിയിരുന്നെങ്കിൽ നമുക്കൊന്ന് ഓ നോക്ക്, ഇപ്പോഴും അതിനകത്ത് പുകയൊക്കെ പോകുന്നത്. ഇതൊന്ന് ട്രൈ ഓഡിയോ സെയിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. ഐസിൻ്റെ കഷ്ണം നമുക്കങ്ങ് മാറ്റാം. ഓ മൈ ഗോഡ്, ഇതാ ഇപ്പോഴും ഇതിൻ്റെ ക്യാമറയൊക്കെ ഐസായിരിക്കുക. അപ്പോൾ ക്യാമറ വർക്കാവും നോക്കാം. ക്യാമറ വർക്കിംഗ്, പക്ഷേ ഫോഗായിരിക്കുക. ക്യാമറ ഫോഗായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, പക്ഷേ ക്യാമറ വർക്കിംഗ്. ഐ ഗെസ് വൈഫൈ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് പാസ്വേഡ് അടിക്കാം. ഇതൊക്കെ വെള്ളമാണെന്നുണ്ടെങ്കിലും ഫോൺ വർക്കാവുന്നുണ്ട്. എന്തായാലും പാട്ടുമല്ലോ പ്ലേ ചെയ്ത് നോക്കാം. സ്പീക്കറൊന്നും വർക്കാവുന്നില്ല, ബാക്കിയൊക്കെ കുഴപ്പമൊന്നുമില്ലാതെ വർക്കാവുന്നുണ്ട്. ഇപ്പോഴിതാ ഫോണിൻ്റെ പുറകിലൊക്കെ ഐസ് തന്നെ ആയിരിക്കുക. അതാ അൺബിലീവബിൾ. ഞാൻ ആദ്യമായിട്ടൊരു ഫോണിനെ ഫ്രീസൊക്കെ ചെയ്തെടുത്ത് നോക്കണേ. ഇറ്റ് വർക്ക്സ് ലൈക്ക് ചാം. ആൻഡ് നാളെ ആവട്ടെ ഈ ഫോണ് കറക്റ്റായിട്ട് വർക്കാവോ ഇല്ലെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ബട്ട് സ്റ്റിൽ ദിസ് ഫോൺ ഈസ് വർക്കിംഗ് അണ്ടർ ദീസ് ഐസ് ക്യൂബ്സ് ആൻഡ് എവറിത്തിങ്. ഓസം. സോ ബൈ ഫാർ 2024 ഓപ്പോ ഇറക്കിയിട്ടുള്ളതാണ് ഏറ്റവും ടഫസ്റ്റ് സ്മാർട്ട് ഫോൺ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ടഫസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് പറയുമ്പം എപ്പോഴും മറ്റേ കട്ടി കൂടിയ റഗഡ് കേസിൻ്റെ അകത്തൊക്കെയാണ് പറഞ്ഞത്. റഗഡ് കേസോ ഒന്നും തന്നെ ഇല്ലാതെ ദിസ് ഈസ് അൺബിലീവബിൾ.
അടുത്ത വീഡിയോ കാണാം. ഓക്കെ.